ഈ കയ്യിൽ കിടക്കുന്ന സാധനമാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം, പണം. പക്ഷേ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? അങ്ങനെ കൂടുതൽ പറയാനോ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എക്സ്ചേഞ്ചിൽ നിന്ന് മാറ്റിമറിക്കാനാണ്. മീൻസ് നമ്മളെ മാഡം തന്നതാണ്, തുർക്കിയുടെ പൈസ കുറേ ഉണ്ടായിരുന്നു, അതൊന്ന് മാറ്റിയിട്ട് ദിനാറിലേക്ക് ആക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് മേടിച്ചു മാറ്റി നേരെ മാഡത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സൂക്കിൽ തന്നെയാണ് ഉള്ളത്, ഫുൾ ടൈം സൂക്കിലാണ്. പുതിയ വീട്ടിലേക്ക് മാറുന്നതുകൊണ്ട് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാഡം അപ്പുറത്ത് പോകും. അപ്പോൾ ഡ്രൈവറെ സംബന്ധിച്ച് നമ്മൾ പോസ്റ്റ് അടിച്ചിരിക്കാറല്ല, നമ്മൾ തൊട്ടപ്പുറത്തെ സൂക്ക് എന്താണോ അവിടെ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോകളൊക്കെ കണ്ട് ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ നൈസായിട്ടിരിക്കും. അതാകുമ്പോൾ നമുക്ക് ചടപ്പ് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ പോയപ്പോൾ കണ്ടതാണ് ഈ സംഭവം. ഇതിനൊക്കെ ഒന്ന് ജസ്റ്റ് കയ്യിലൊന്ന് ഇരുത്തി നോക്കി, ആൾക്കാരെ വെറുപ്പിക്കാത്ത രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്ന് പറഞ്ഞുള്ളൂ. അപ്പത്തിനും മൂപ്പര് കയ്യിൽ വെച്ചെന്ന്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ആൾക്കാരെ കയ്യിലൊക്കെ ഇങ്ങനെ ചാടുന്നത് കണ്ടപ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കയ്യിലൊക്കെ ഒന്ന് വെക്കണം എന്നുള്ളതൊക്കെ. അതിപ്പോൾ ഇങ്ങനെ ഒന്ന് സാധിച്ച് കിട്ടി. സംഭവം നമ്മൾ സൂലൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് സാധിക്കാൻ പറ്റിയ സംഭവം. അത് മാഡത്തിനെ കൊണ്ട് പോയതാണ് എങ്കിലും തൊട്ടപ്പുറത്ത് പെറ്റ് ഷോപ്പിൽ കയറിയപ്പോൾ ഇങ്ങനൊന്ന് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ ഒരാഗ്രഹം അങ്ങനെ നിറവേറ്റി കിട്ടി. അതാണ് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ആസ്വദിക്കുക, അങ്ങോട്ടോ ഇങ്ങോട്ടോ പുറത്തേക്ക് എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ ആ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്തുക. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കിട്ടി. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ നല്ലൊരു അസ്തമയവും കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. താങ്ക് യു.